Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus. Oh, we need your presence, Jesus. Oh, Yeshua, Yeshua. Oh, Yeshua, namathil our God is a big God. നമ്മുടെ യേശു വലിയവനാണ്. നമ്മൾ വിശ്വസിക്കുന്ന യേശു വലിയവനാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ യേശു ആരാണെന്ന് അറിഞ്ഞു വേണം നമ്മൾ ആരാധിക്കാൻ. അവൻ ആർദ്രതയുള്ളവനാണ്, അവൻ മനസ്സലിവുള്ളവനാണ്, അവൻ പാപമോചകനാണ്, അവൻ ലോകരക്ഷകനാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്. അടുത്തുകൂടാ വെളിച്ചത്തിൽ വസിക്കുന്നവനായ നമ്മുടെ യേശു അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്, ഭൂരാജാക്കന്മാർ അധിപതി, 10,000 സുന്ദരൻ. ഓ, സൂര്യ തേജോമയനായ നമ്മുടെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ യേശുവിനെ കണ്ടൊന്ന് നമുക്ക് ആരാധിക്കാം. ഓ, പൊൻവെള്ളിയ ശ്രേഷ്ഠനായ സൂര്യ തേജോമയേ, വെണ്മ വസ്ത്രധാരിയായ യേശു തമ്പുരാനേ, പൊൻവെള്ളിയ ശ്രേഷ്ഠനായ സൂര്യ തേജോമയേ, വെണ്മ വസ്ത്രധാരിയായ യേശു തമ്പുരാനേ. ഒരിക്കൽ കൂടി, പൊൻവെള്ളിയിലെ ശ്രേഷ്ഠനായ സൂര്യ തേജോമയേ, വെണ്മ വസ്ത്രധാരിയായ യേശു തമ്പുരാനേ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനാണീ ഭൂമിയിൽ. ഓ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനാണീ ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ഓ, നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായി, ഓ, ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. ചേർന്നൊന്ന് പാടാമോ? ക്രൂശുമായി പോകും നേരം, ഓ, എന്നെ തിരഞ്ഞവൻ. ഓ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. ഓ, എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു. വേറെയൊന്നും നൽകാനില്ലേ, ഞാനെന്നും നിന്റേതല്ലേ. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു. വേറെയൊന്നും നൽകാനില്ലേ, ഞാനെന്നും നിന്റേതല്ലേ. എന്നെ തന്നെ, എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു. വേറെയൊന്നും നൽകാനില്ലേ, ഞാനെന്നും നിന്റേതല്ലേ.
യേശുവേ കരുണാമയനേ യേശുവേ തലമുറയാ യാഹേ അങ്ങന്റെ സങ്കേതം തലമുറയാ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ താൻ മരണഭയം എല്ലാം മാറിടട്ടെ ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ മരണഭയമെല്ലാം മാറിടട്ടെ ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകലത്തിലും മീതെ ഉന്നതനാ മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകലത്തിലും മീതെ ഉന്നതനാ യാഹേ അങ്ങെന്നുമെൻ ദൈവം തലമുറ ഓ യാഹേ അങ്ങെന്റെ സങ്കേതം തലമുറയാ യാഹേ അങ്ങെന്നുമെൻ ദൈവം തലമുറയാ ഓ യാഹേ അങ്ങന്റെ സങ്കേതം തലമുറയാ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലി പരിപാലകൻ താൻ നീ മയങ്ങുകില്ല ഉറങ്ങില്ല യേശു അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ളവനായ യേശു ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ യേശുവിനെയാണ് സ്തുതിക്കുന്നത് ഇരിക്കുന്നിടത്തിൽ ഇരിക്കാൻ വയ്യാത്ത ഒരു ദൈവത്തിന്റെ ആത്മശക്തി ഓ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ യേശുവേ ഓ കരുണാമയനേ യേശുവേ ഓ കരുണാമയനേ യേശുവേ യേശുവേ ശ്രേഷ്ഠനായ സൂര്യതേജോമയേ വെണ്മവസ്ത്രധാരിയായ യേശുതമ്പുരാനേ പുൽവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യതേജോമയേ
ഒരുമിച്ചൊന്ന് പാടാം ആ ഒരു ലൈൻ മാത്രം. പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യ തേജോമയേ വസ്ത്രധാരിയായ യേശു തമ്പുരാനേ, പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യ തേജോമയോ വസ്ത്രധാരിയായ യേശു തമ്പുരാനേ, യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, യേശുവേ യേശുവേ കരുണാമയനേ, oh so merciful Jesus. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഹല്ലേലൂയ. അനുഗ്രഹസമ്പൂർണമായ ഒരു പകൽ കൂടി കർത്താവ് നമുക്ക് നൽകി. ദൈവത്തെ ആരാധിക്കാൻ, ദൈവസ്ഥലിൽ ഒരുമിച്ച് കൂടി വരുവാൻ, സന്തോഷിക്കുവാൻ, പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്. ലോകത്തിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് സന്തോഷമില്ല, നിരാശരാണ്, വേദനയിലാണ്, കഷ്ടത്തിലാണ്. കോടിക്കണക്കിന് പണം ബാങ്കിലുണ്ടെങ്കിലും, ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ സ്വന്തമായി ഉണ്ടെങ്കിലും, നൂറുകണക്കിന് വാഹനങ്ങളും വൈദേശിക വരുമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, കണ്ണുനീര് തോരാത്ത എത്രയോ വീടുകൾ, സ്വസ്ഥതയില്ലാത്ത എത്രയോ വീടുകൾ, മനസ്സ് തകർന്ന എത്രയോ മനുഷ്യർ. കേരളത്തിലെ 14 ജില്ലകളിലെ കുടുംബ കോടതികളിൽ എത്ര ലക്ഷം കേസുകളാണ് ഞങ്ങളെ രണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ഡിവോഴ്സിന് വേണ്ടി കിടക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് എത്ര 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 പത്രത്തിൽ വായിച്ചിട്ടില്ലേ? തൻ്റേതല്ലാത്ത കാരണത്താൽ ഒന്നാം വിവാഹമല്ല, രണ്ടാം വിവാഹമല്ല, 3ഉം 4ഉം അസമാധാനത്തിലൂടെ കടന്നു പോകുന്ന ലോകത്തിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിനോട് ചേർത്തടുപ്പിക്കുന്നൊരു വചനം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന് 87-ാമത്തെ വാക്യം എങ്ങനെയാണ്? അത് ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഓ എന്നാ വാക്യമാണ്! എത്ര പേർക്ക് അതിന് ചേർന്ന് പറയാനായിട്ട് മനസ്സുള്ള എത്ര പേരുണ്ട് എൻ്റെ കൂടെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് കഷ്ടമില്ലെന്നല്ല, പ്രയാസമില്ലെന്നല്ല, ഭാരമില്ലെന്നല്ല. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യം, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു പാട്ടൊക്കെ പാടുമ്പോൾ ചുമ്മാ പാടുകയല്ലോ, ആ പാട്ടിനെ ആഴമറിഞ്ഞ് പാടണം. ഞാൻ പലപ്പോഴും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പാട്ടുണ്ട് ആരാധന, ജയിക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലായി. ആ പാട്ടിന് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഒരു സൈന്യമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തോറ്റവനല്ല, പിശാചിനെ ജയിച്ച, പാപത്തെ ജയിച്ച, ശാപത്തെ ജയിച്ച, അന്ധകാരത്തെ ജയിച്ച, മന്ത്രവാദത്തെ ജയിച്ച, ആഭിചാരത്തെ ജയിച്ച, ലോകത്തിലെ സകല ദുർശക്തികളെ ജയിച്ച ജയാളിയായ, ജയവീരനായ, ജയത്തിന്റെ രാജാവായ യേശു ആമേൻ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ജയം ജയം, ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും
യേശു രാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും. യേശു ക്രിസ്തുവിന്റെ കൂടെ തോറ്റവരല്ല, ജയിച്ചവരാ. നമ്മുടെ സഭയ്ക്കകത്തും എല്ലാവരും അവിടെ ഇരുന്ന് അടുത്തിരിക്കുന്നവരോട് പറയണം, ഞങ്ങൾ ജയിച്ചവരാണ്, ഞങ്ങൾ തോറ്റവരല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായിരുന്നു, തോൽവി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവ് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളുടെ തോൽവികളെ ജയമാക്കി മാറ്റിയൊരു ദൈവം. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ ജയജീവിതത്തിൻ്റെ 5 പടികൾ, ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന 5 പദവികൾ, ജയിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 5 നിയമങ്ങൾ. സ്തോത്രം. 5കളുടെ ഒരു വലിയ വിജയയാത്ര. സ്തോത്രം. ആമേൻ. പെൻഡ എന്ന വാക്ക് 5 എന്നാണ്. പെൻഡോസ്, കയ്യിലെ വിരലുകൾ 5, മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ 5. ആമേൻ. ഞാൻ ആദ്യം തന്നെ ഒരു ജയജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ. ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയെങ്കിലും അടുത്ത് കണ്ട ഒരു സഭയിൽ പോയി അവിടെ ചെന്ന് ഇരുന്നു, 2 പാട്ട് പാടി കൈയടിച്ചു, 10 രൂപ സ്വോത്രാഴ്ച കേട്ടു, പ്രസംഗം കേട്ടു, തിരിച്ചു വന്നു. അതല്ല ജയജീവിതം. ജയജീവിതത്തിന് ചില പടികളുണ്ട്, ജയജീവിതത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ അതിൻ്റെ 1-2 കാര്യങ്ങൾ, ചിന്തകൾ നിങ്ങളോട് വെക്കാം. നമ്മൾ ജയജീവിതത്തിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, നമുക്കൊരു ജയജീവിതമുണ്ട്. ഐ ആം ഫോളോയിങ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഞാനൊരു വിജയകരമായ ക്രിസ്തു ജീവിതമാണ് നയിക്കുന്നത് എന്നെ ഉറപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണ്. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർ പറയും, എൻ്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്, ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നത് ദൈവമുണ്ട്, എൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഐ ആം ഫീലിംഗ്, ഐ ആം എക്സ്പീരിയൻസിങ് the presence of God. Number 1, കുറിച്ചു വെച്ചു. പേനയും പേപ്പറുമെല്ലാം കുറിച്ചു വെക്ക്. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ക്രിസ്ത്യാനി എന്ന പേര് പോലെ അപ്പനും അമ്മയും ബന്ധുക്കളുമെല്ലാം ഇന്ന പള്ളിയിലെ ഇന്നാരാണ്, തോമാസ് ലീഹ വന്ന കാലത്ത് രക്ഷിക്കപ്പെട്ടവരാണ്, ആമേൻ, AD 325 ആമേൻ ഇന്ന സ്ഥലത്ത് കപ്പലെ വന്നിറങ്ങിയതാണ്. അതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ലെന്നേ. പക്ഷേ അത് വിജയകരമായ ക്രിസ്തീയ ജീവിതമല്ല. That's a traditional Christian life. അത് പാരമ്പര്യ ക്രിസ്തീയ ജീവിതമാണ്. ആമേൻ. അഭിഷേകത്തിൻ്റെ ദൂത് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് പറയാം, ആത്മാവിൽ നൃത്തം ചെയ്യുന്ന പ്രസംഗിക്കാം. പക്ഷെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെ, വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചൊന്ന് അറിയണ്ടേ നമ്മൾ? ഒരു പഠനം കൂടിയാണ് ഇത്, ഇതൊരു വചന പഠനമാണ്. നമ്പർ 1, പ്രസൻസ് ഓഫ് ഗാഡ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വാക്കുകളിൽ ദൈവ സാന്നിധ്യമുണ്ടോ? ഞാൻ എൻ്റെ സഭയിലെ വിശ്വാസികളോട് പറയും, ദൈവ സാന്നിധ്യമില്ലാതെ ഒരു സെന്റൻസ് പറയരുത്. ഈവൻ ഹസ്ബൻഡ് ഓർ വൈഫ്, ചിൽഡ്രൻ, ബിലീവേഴ്സ്, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിലെ ജയം അവിടെ തുടങ്ങുന്നത്. ആമേൻ. നമ്പർ 2, ലിവ് ഇൻ പ്രോമിസ്. വാഗ്ദത്തത്തിൽ ജീവിക്കണം. വെറുതെ ഒരു എക്സാമ്പിൾ ചിന്തിക്കുക. ബാങ്കിൽ ചെക്കുമായിട്ട് പോയി നിൽക്കുന്ന ആളുടെ മുഖത്തെന്താ ഒരു ചിരി? ആ ചെക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ടോക്കൺ അത് കൈ വെക്കുന്ന ആളുടെ മുഖത്തെന്താ ഒരു ചിരി? ക്യാഷ് കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. നൈമിഷികമായ ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം.
സത്യവേദ പുസ്തകം ചുമക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ഇന്ന് ഈ ആരാധനയിൽ ഇരുന്നു കൊണ്ട് പറ, അവിടെ ഇരുന്നു കൊണ്ട് വേദപുസ്തകം കയ്യിലെടുത്ത് പറ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പറ, എന്റെ കയ്യിൽ വാഗ്ദത്തമുണ്ട്, ദൈവത്തിന് എന്നോട് വാഗ്ദത്തമുണ്ട്, ഞാൻ ജീവിക്കുന്നത് വാഗ്ദത്തത്തിൽ ആണ്. നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുണ്ട്. നാളെ എൻ്റെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന വചനത്തിനകത്തുണ്ട്. നാളെ എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിത്തീരുമെന്ന് കർത്താവിൻ്റെ വചനത്തിനകത്തുണ്ട്. ആർക്ക്? ജയജീവിതം നയിക്കുന്നവർക്ക്. ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ഞായറാഴ്ച ദേവാലയത്തിനും പോകത്തില്ല, കർത്താവിനെ സ്തുതിക്കത്തില്ല, കാണുന്നവരോടെല്ലാം കുറ്റം പറഞ്ഞ് നിന്ദിച്ച് പരിഹസിച്ച് മറ്റുള്ളവരെ അപവാദം പറഞ്ഞ് അപമാനിച്ച് ജീവിക്കുന്ന ബഹുമാനപ്പെട്ടവരോട് ഈ പ്രസംഗം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവരോടല്ല ഈ പ്രസംഗം. അവരാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനം കേട്ടാലും അതിൻ്റെ അടിയിലൊക്കെ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ ഇട്ട് സന്തോഷിക്കുന്നവരവരാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. പക്ഷെ വാഗ്ദത്തത്തിൽ ജീവിക്കുന്ന ആരാ? ജയജീവിതം നയിക്കുന്നവർ, കർത്താവിനെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവർ, ഞാൻ യേശുവിന്റെ പൈതലാണെന്ന് ഉറപ്പുള്ളവർ. നമ്പർ 3, ജയജീവിതത്തിന് 5 പടികളാണ് പറഞ്ഞു വരുന്നത്. നമ്പർ 1, പ്രസൻസ് ഓഫ് ഗോഡ്. 2, ലിവ് ഇൻ പ്രോമിസ്. നമ്പർ 3, പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയിൽ ജീവിക്കുക. ലിവ് ഇൻ പ്രസൻസ്, ലിവ് ഇൻ പ്രോമിസ്. നമ്പർ 3, ലിവ് ഇൻ പവർ ഓഫ് ഗോഡ്. ശരീരത്തിന്റെ ബലം കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്. പറ, കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ദൈവവൈതൽ ഇന്ന് ഈ ആരാധന നിന്നുകൊണ്ട് പറ, ഞാൻ ജീവിക്കുന്നത് എന്റെ ശരീരത്തിന്റെ ബലം കൊണ്ടല്ല. രാവിലെ ആരാധിക്കാൻ വരാൻ പറ്റത്തില്ലായിരുന്നു പാസ്റ്ററെ, രോഗമായിരുന്നു, ക്ഷീണമായിരുന്നു, വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു, പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ എത്തിയത്, ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത് കർത്താവിൻ്റെ ബലത്തിലാണ്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ. ബാല്യക്കാർ ക്ഷീണിച്ച്, ബാല്യക്കാർ തളരും, യൗവനക്കാർ തളരും. പക്ഷേ കാത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ പവറിൽ ജീവിക്കുന്നവർ. നമ്പർ 4, ലിവ് ഇൻ പീസ്. സമാധാനത്തിൽ. ഏതായി സമാധാനം? ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ലിവ് ഇൻ പവർ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ സമാധാനം മാത്രമല്ല, സ്നേഹം, സന്തോഷം, സമാധാനം എല്ലാം ഉണ്ട്. പക്ഷേ എന്ത് കേട്ടാലും, ആരെന്ത് പറഞ്ഞാലും, ലോകം മുഴുവൻ നിനക്കെതിരായാലും, സാമ്പത്തികം ഇല്ലാതെ വന്നാലും, കണക്കുകൂട്ടൽ തെറ്റിയാലും, ക്രിസ്തുവിൽ ജയജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനകത്തൊരു പീസ് ഉണ്ടാകും. ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയും, ഒരു സമാധാനം. ദൈവം ചെയ്യും, ദൈവം പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും, എന്നെ കൈവിടത്തില്ല എന്നുള്ളൊരു ഉറപ്പ്. അതാണ് ആ പീസ് എന്ന് പറഞ്ഞത്. ലോകം തരാത്ത സമാധാനം. അതാണ് കർത്താവിൻ്റെ ജനനത്തെങ്കിൽ തന്നെ വിളിച്ചു പറയപ്പെട്ട ശബ്ദം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഞാനിതിങ്ങനെ പറഞ്ഞോട്ടെ, ക്രിസ്തുവിൽ വിജയകരമായ ജീവിതം നയിക്കുന്നവർക്ക് സമാധാനം. നമ്പർ 5, യു ഷുഡ് ലീവ് ഇൻ ദ പർപ്പസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ജീവിക്കണം. ലീവ് ഇൻ പ്രസൻസ്, ലീവ് ഇൻ പ്രോമിസ്. 3, ലീവ് ഇൻ പവർ. 3, ലീവ് ഇൻ പീസ്. അടുത്ത ലീവ് ഇൻ പർപ്പസ്. ലീവ് ഫോർ പർപ്പസ്. ദൈവത്തിന് ഉദ്ദേശം, ദൈവത്തിന് പ്ലാനുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനാ. ദൈവം തരുന്ന സമയം മുഴുവൻ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാ. ഇങ്ങനെ 5 പടികളിലൂടെ വിജയകരമായി ക്രിസ്തീയ നയിക്കുന്ന ഒരാൾ 5 പടികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നിനക്ക് 5 പദവികൾ തരും. അതോടെ കുറിച്ച് വെച്ചോണേ, ദ 5 വിക്ടോറിയസ് പൊസിഷൻ ഓഫ് എ റിയൽ ക്രിസ്ത്യൻ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ 5 പദവി. 1, നീ ദൈവത്തിൻ്റെ ദാസനാണ്, ദാസിയാണ്, സർവന്റ് ഓഫ് ഗാഡ്. 2,
നീ ദൈവത്തിൻ്റെ വിശുദ്ധനാണ്, വിശുദ്ധമതിയാണ്, സെയിൻസ് ഓഫ് ഗാഡ്. നമ്പർ 3, നീ ദൈവത്തിൻ്റെ പടയാളിയാണ്, സോൾജിയർ ഓഫ് ഗാഡ്. നമ്പർ 4, യു ആർ ദ സോജേണർ ഇൻ ദ വേൾഡ്. നീ ഭൂമിയിൽ പരദേശിയാണ്. നീ ദൈവത്തിൻ്റെ ദാസനാണ്, ദാസിയാണ്. നീ ദൈവത്തിൻ്റെ വിശുദ്ധയാണ്, വിശുദ്ധമതിയാണ്. നീ ദൈവത്തിൻ്റെ മിലിറ്ററിയിലാണ്, ദൈവത്തിൻ്റെ പടയാളിയാണ്. നീ ഭൂമിയിൽ പരദേശിയാണ്. നമ്പർ 5, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും 5ാമത് പറയാ, ഐ ആം ദ സൺ ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. എത്ര പേർക്ക് ഇന്ന് ആരാധന സന്തോഷത്തോടെ പറ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന 5 പദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന പറ. ഞാൻ അവൻ്റെ വേലക്കാരനാണ്, ഞാൻ അവൻ്റെ ശുശ്രൂഷകനാണ്, ഞാൻ അവൻ്റെ ദാസനാണ്, ഞാൻ അവൻ്റെ പടയാളിയാണ്. ദൈവത്തിൻ്റെ മിലിറ്ററിക്കകത്ത് ഞാൻ ഉണ്ട്. ഉറപ്പുള്ളവർ ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. എൻ്റെ അപ്പൻ സ്വർഗത്തിലെ തമ്പുരാനാണ്, സർവശക്തനാണ്. ഉറപ്പുള്ളവർ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ പദവികൾക്കായി ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പദവികൾക്കായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്, ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ഓ സന്തോഷത്തോടെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആൾക്ക് 5 അറിവുകൾ ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് 5 നോളജ്. 5 അറിവുകൾ നമുക്കുണ്ട്. ഒത്തിരി അറിവുകൾ നമുക്കുണ്ട്. ആമേൻ. പല അറിവുകളും നമ്മുടെ കുറവാണ്. പല കാര്യം അറിയണ്ട എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാണ്. പല അറിവുകളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മുറിവുകളായി മാറിയിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പറയുന്ന 5 അറിവ് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈ 5 അറിവ് ഉണ്ടായിരിക്കണം. അതിലൊന്ന്, സർവശക്തനായ ദൈവത്തെ, എൻ്റെ യേശു തമ്പുരാനെ നീ രുചിച്ചറിയണം. കേട്ടറിവ്, കണ്ടറിവ്, പറഞ്ഞറിവ്, വായിച്ചറിവ്, പഠിച്ചറിവ്, ഇങ്ങനെ ഒത്തിരി അറിവുകളുണ്ട്. ആമേൻ. എന്നാൽ കർത്താവിനെ, ദൈവത്തെ, നമ്മുടെ സർവശക്തനായ തമ്പുരാനെ, എൻ്റെ രക്ഷകനെ ഞാൻ അറിയേണ്ടത് 1 തിരിച്ചറിയണം, 2 രുചിച്ചറിയണം, 3 അനുഭവിച്ചറിയണം. വിജയകരമായി അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ അവനെ അറിയേണ്ടതിനും. എന്താ പൗലോസിന് ക്രിസ്തുവിനെ അറിയില്ലേ? അറിയാം. പക്ഷെ എങ്ങനെ അറിയണം? അവനെ അനുഭവിച്ചറിയേണ്ടതിനും, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയേണ്ടതിന്. നമ്മുടെ അറിവുകൾ പലതും ആരൊക്കെയോ പറഞ്ഞറിഞ്ഞതാ. ഞാൻ ചോദിക്കുന്നു, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞത്ര പേരുണ്ട്? വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. 2ാമതൊരു അറിവ്, നമ്മൾ ഈ ഭൂമിയിൽ സകലതും ക്രിയാത്മകമായി, ആമേൻ, പോസിറ്റീവായി, ആമേൻ, എനിക്ക് നാളെ അത് ദോഷം ചെയ്യില്ല എന്ന് പറയാനും എന്ന് സാക്ഷ്യപ്പെടുത്താനും നാം അറിഞ്ഞിരിക്കണം. ചിലർ വാ തുറന്ന നെഗറ്റീവേ പറയത്തുള്ളൂ. അത് ശരിയാകില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അയാൾ രക്ഷിക്കപ്പെടത്തില്ല, അയാൾ ഒരിക്കലും നന്നാകില്ല, അതെനിക്ക് കിട്ടത്തില്ല, ഞാൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. നിന്റെ വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. കുത്തിക്കെട്ടി വെക്കണം എന്ന് പറയുന്ന വാ പോസിറ്റീവായിട്ട് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പോസിറ്റീവായിട്ട്, ബ്രദറെ, ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾക്കൊരു ദോഷം വരുത്തില്ലെന്ന്, നിങ്ങളെ ദൈവം മാനിക്കുമെന്ന്. ഇന്നത്തെ അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം വരും. ആമേൻ എന്ന് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലർ സുവിശേഷം പറയാൻ ഒരു വീട്ടിലോട്ട് ചെന്നാലോ, ആദ്യം തന്നെ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ ഇരിക്കുന്ന ഫോട്ടോ എല്ലാം എടുത്ത് കത്തിച്ചു കളയണം കേട്ടോ. ആ വീട്ടുകാർ നിന്നെ കത്തിക്കും. ആദ്യം തന്നെ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ പഠിപ്പിക്കണം.
അവരെ ആശ്വസിക്കാൻ പറയാൻ അറിഞ്ഞിരിക്കണം. ആ വീടിന് നമ്മൾ കയറി ചെല്ലുന്ന ഒരു സമാധാനമായിരിക്കണം. ആ വീടിൻ്റെ വേദനകൾ മറക്കുന്ന അവസ്ഥയായിരിക്കണം. അല്ലാതെ അവരുടെ കുറ്റം കണ്ടുപിടിക്കാനും ആ വീടിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാനും ആ വീട്ടിലുള്ളവരെ കുറ്റം പറയാനും അവർ പാരമ്പര്യമായി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനയെ കുറ്റം പറയാനൊന്നും അല്ല ദൈവം നമ്മളെ വീട്ടിലോട്ട് അയച്ചത്. പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. ക്രിയാത്മകമായിട്ട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം, അറിഞ്ഞിരിക്കണം. നമ്പർ 3, മൂന്നാമത്തെ അറിവ്, ഭയത്തെ അതിജീവിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനിത് പറയുമ്പോൾ രസകരമായിട്ട് പറയാം. സഭയോടാണല്ലോ, സഭയ്ക്ക് അതൊരു പ്രയോജനമാകും, കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹമാകും. നമ്മുടെ എല്ലാ ഇടയിലുള്ള സ്വഭാവമാണ്. ഒരാളൊരു പാമ്പിൻ്റെ കഥ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു 3-4 പാമ്പിൻ്റെ കഥ പറയും. ഞാനും ഒരു മൂർഖൻ പാമ്പിനെ. എവിടെങ്കിലും ചെന്ന് നിങ്ങൾ 4 പേരിരിക്കുന്നിടത്ത് ഒരു പിശാചിൻ്റെ കഥ പറഞ്ഞു നോക്കിയേ. ഇന്നാൾ ഞങ്ങളോട് ഉണ്ടെ പറയും, ഞാനും ഇത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ചില കഥയെ അറിയൂ. ഒരാൾ പിശാചിൻ്റെ കഥ പറഞ്ഞാൽ ആ പിശാചിനെ തോൽപ്പിച്ച് യേശുവിൻ്റെ കഥ പറയാൻ നിനക്കറിയാം. ആ പിശാചിനെ തോൽപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ കഥ പറയാൻ ഭയപ്പെടുത്തരുത്. ഒരുത്തും ചെന്ന് ഭയപ്പെടുത്തരുത്. നിന്നെ കണ്ടാ പിന്നെ അവർക്ക് പേടിയായിരിക്കും. അവർ കഥ കടച്ചാളെ വരുന്നുണ്ട് 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 കഥ കടച്ചാക്കാൻ പറയും. നിന്നെ വാ തുറന്നാൽ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഭയത്തിൻ്റെയും ഈ ലോകത്തിലെ എല്ലാവിധമായ പേടിയുടെ ആത്മാവിനെ അല്ല, ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ. 1 തെസ്സലോനിക്കർ 1:7 എടുത്ത് വായിച്ചു നോക്കി. 1 അവിടെ എഴുതിയിരിക്കുന്നത് ഭയത്തിൻ്റെ അല്ല, ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും. നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുന്നവരായിരിക്കണം. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, പുറത്തൊരു ശബ്ദം കേട്ടപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞെന്ന്, ചേട്ടാ വെളിയിലൊരു ശബ്ദം കേൾക്കുന്നു. ഭർത്താവ് ഒറ്റ അലർച്ച അലറിയിട്ട് ആ വീട്ടിൽ 2 പിള്ളേർ അലറി കൂവി കരഞ്ഞു പോയി. രാത്രി ഉറങ്ങി കിടന്നവർ. ആലോചിച്ച്, ഇതൊരു കഥയാ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, നിങ്ങളോടൊരാൾ ഭയപ്പെടുത്തുന്ന കാര്യം പറഞ്ഞാൽ തിരിച്ചെന്ത് പറയും? അതിനെ ജയിച്ചൊരു യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയണം. അതിനെ ജയിച്ചൊരു തമ്പുരാനുണ്ടെന്ന് പറയണം. ഈ മെസ്സേജ് ഒരു പ്രാക്ടിക്കൽ മെസ്സേജാണ്. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റി, മനസ്സിനെ ഒന്ന് മാറ്റുന്ന മെസ്സേജാണ്. നമ്പർ 4, പരീക്ഷകളും കഷ്ടതകളും പ്രതികൂലങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് 5 അറിവാണ് ഞാൻ പറഞ്ഞത്. വിജയത്തിലേക്കുള്ള 5 പടികൾ, 5 പടികൾ കയറി ചെല്ലുന്ന നമുക്ക് ലഭിക്കുന്ന 5 പൊസിഷനുകൾ. ഇപ്പോൾ അടുത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന 5 അറിവുകളാണ്. അതിലൊന്നാണ്, പ്രതികൂലങ്ങൾ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, നിന്ദകൾ വരട്ടെ, ചിലർ വന്ന വേദനകളെല്ലാം നിങ്ങളോട് പറയട്ടെ. അപ്പോൾ അവരോട് തിരിച്ചു പറയണം, ഇതെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഇത് നിന്റെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഇത് നിന്നെ തോൽപ്പിക്കുന്നതല്ല, ഇത് നിന്നെ തകർത്ത് കളയുന്നതല്ല, നിന്നെ മാനിക്കുന്ന ചവിട്ടുപടികളാണെന്ന് പറയാൻ. ആമേൻ. 5, എല്ലാവരോടും പറയണം, ഈ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്ത്? യേശു സകലത്തെയും ജയിച്ചവനാണെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ കടന്നു പോകുന്ന സകല പ്രതികൂലത്തെയും അവൻ ജയിച്ച ഒരു തമ്പുരാനാണ് എൻ്റെ കർത്താവ്. ശിഷ്യന്മാർ വെള്ളത്തെ പേടിക്കുമ്പോൾ യേശു വെള്ളത്തിൻ്റെ പുറത്ത് ചവിട്ടി നടന്നു വരികയാ. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയായവൻ ഇറങ്ങി വന്ന് കൽപാത്രം നിറയെ വീഞ്ഞുണ്ടാക്കുകയാ. 18 വർഷമായ കൂനിയായ സ്ത്രീ ഇതാ സഭയ്ക്കകത്തൂടെ എഴുന്നേറ്റ് നടക്കുകയാ. 4 ദിവസമായി നാറ്റം വെച്ച ശവശരീരം ഇതാ കല്ലറ പൊളിച്ച് പുറത്തു വരികയാ. ഇതെല്ലാം നീ അറിഞ്ഞിരിക്കണം. നിന്റെ നാവിന്മേലുള്ളത് മുഴുവൻ, നീ അറിഞ്ഞത് മുഴുവൻ ജയത്തിന്റെ കഥകൾ, അത്ഭുതത്തിന്റെ കഥകൾ, യേശു ജയിച്ച കഥകൾ, പിശാചിനെ തോൽപ്പിച്ച കഥകൾ. ഇതെല്ലാം ഒരു ദൈവത്തിന്റെ പൈതൽ അറിയണം. അവൻ നമുക്കുണ്ടായിരിക്കേണ്ട 5 അറിവുകൾ. 1,
യേശുവിനെ രുചിച്ചറിയണം, യേശുവിനെ അനുഭവിച്ചറിയണം. 2, നമ്മുടെ മുൻപ് വരുന്ന ഏത് വിഷയത്തെയും പോസിറ്റീവായിട്ട് അതിനെ കാണാനുള്ളൊരറിവ്, പറയാനുള്ളൊരറിവ് നമുക്കുണ്ടായിരിക്കണം. 3, ഏത് ഭയത്തെയും അതിജീവിക്കാനും ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തുവാനുമുള്ള ഒരറിവ് നമുക്കുണ്ടായിരിക്കണം. പരീക്ഷകളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും വേദനകളും വരുന്നത് വിജയത്തിലേക്ക് കയറാനുള്ള ചവിട്ടുപടികളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. 5, യേശു സകലത്തെയും ജയിച്ചവനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആമേൻ. അവസാനമായി, നിങ്ങളൊരു ജയജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ജയിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 5 കാര്യങ്ങളോട് നോ കോംപ്രമൈസ് എന്ന് പറയണം. നീ ഞാനുമായിട്ട് യാതൊരു വിധമായ കോംപ്രമൈസും ഇല്ലെന്ന് 5 കാര്യങ്ങളോട് പറഞ്ഞിരിക്കണം. 5 കാര്യങ്ങളോട്, എല്ലാം 5ആണ്. ഈ മെസ്സേജിനകത്ത് മുഴുവൻ കുറേ 5കളുണ്ട്, നോട്ട് ചെയ്യണം. 1, സിൻ, പാപത്തോട് പറയണം നോ കോംപ്രമൈസ്. പൗലോസ് പറഞ്ഞു പാപത്തോട് പ്രാണത്യാഗത്തോളം യുദ്ധം ചെയ്യാൻ, മരിക്കേണ്ടി വന്നാലും. ആമേൻ. പാപത്തോട്, തെറ്റിനോട്, അഴുക്കിനോട്, അശ്ലീലത്തോട് പറയണം നോ കോംപ്രമൈസ്. നമ്പർ 2, ഹിപ്പോക്രസി, കപട ആരാധന. അഭിനയിക്കുന്ന ആൾക്കാർ, അവരുമായിട്ട് നമുക്ക് കോംപ്രമൈസ് ഇല്ല. ആ കപട ആരാധനയോട് നമുക്ക് കോംപ്രമൈസ് ഇല്ല. നമ്മുടെ ആരാധന കർത്താവുമായിട്ടുള്ള ഹൃദയബന്ധത്തിലായിരിക്കണം. നമ്പർ 3, വചനവിരുദ്ധമായ ബന്ധങ്ങൾ. അങ്ങനെയുള്ള മീഡിയകൾ, അങ്ങനെയുള്ള വീഡിയോകൾ, ദൈവദാസന്മാരെ അപമാനിക്കുന്ന, ദൈവദാസന്മാരെ വിമർശിക്കുന്ന, ദൈവവചനത്തെ കോട്ടി മാറ്റി യൂട്യൂബിനകത്തിട്ട് കാശുണ്ടാക്കുന്നവരുമായി കോംപ്രമൈസ് ചെയ്യരുത്. അത് നാളെ നിനക്കും നിന്റെ തലമുറയ്ക്കും ദോഷം ചെയ്യുമെന്ന് മറക്കരുത്. നോ കോംപ്രമൈസ്. വചനവിരുദ്ധ പ്രവർത്തനങ്ങൾ, ദൈവവചനത്തിനെതിരായ പ്രവർത്തനങ്ങൾ, അഭിഷക്തന്മാർക്കെതിരായ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തനങ്ങളോട് നോ കോംപ്രമൈസ്. നമ്പർ 4, പ്രാർത്ഥനയില്ലാത്തവരുമായി, പ്രാർത്ഥനയില്ലാത്ത സഭയുമായി, ആരാധനയില്ലാത്ത സഭയുമായി, അഭിഷേകമില്ലാത്ത സഭയുമായി നോ കോംപ്രമൈസ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ചില സ്ഥലങ്ങൾ, ഈ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്നവരുണ്ടാകും. നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ അമ്മാച്ചൻ അവിടെ ആയതുകൊണ്ടും എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ട്രസ്റ്റി ആയതുകൊണ്ടും അവിടുത്തെ സെക്രട്ടറി ആയതുകൊണ്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലരിക്കുന്നത്. ഇതൊരു കോംപ്രമൈസാണ്, ഇതൊരു കോംപ്രമൈസാണ്. പീലാത്തോസിനോട് യഹൂദന്മാർ പറഞ്ഞില്ലേ, നീ യേശുവിനെ വെറുതെ വിട്ടാൽ നീ കൈസറുടെ സ്നേഹിതനല്ല. കൈസറുമായിട്ട് കോംപ്രമൈസ് ആകാൻ പീലാത്തോസ് യേശുവിനെ ക്രൂശിച്ചു. നിങ്ങൾ ചിലരുമായിട്ട് കോംപ്രമൈസാ. പാസ്റ്റർ, എനിക്ക് അങ്ങനെ ഒരു സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധിക്കാൻ പറ്റത്തില്ല. എന്നാ അങ്ങനെ ഞാൻ വന്ന പല ബന്ധങ്ങളും പൊളിയും. ശരിയാ, പല ബന്ധങ്ങളും പൊളിയും, പല പാപവും പൊളിയും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ അതിനോട് വിട പറയുമ്പോൾ പറയണം നോ കോംപ്രമൈസ്. യേശുവിൻ്റെ നാമനിമിത്തം പൗലോസ് പറഞ്ഞില്ല, എങ്കിലും എനിക്ക് ലാഭമായിരുന്ന പല ബന്ധങ്ങളും ക്രിസ്തു നിമിത്തം വേണ്ടെന്ന് വെച്ചു. നോ കോംപ്രമൈസ്. നമ്പർ 5, അഞ്ചാമത്തത്, ഈ ഭൂമിയിലെ ഏത് പ്രതികൂലവും, ഏത് നിന്ദയും, ഏത് പരിഹാസവും ഞാൻ പറയുന്ന സുവിശേഷത്തിനെതിരാണെങ്കിൽ എനിക്കവരുമായിട്ട് നോ കോംപ്രമൈസ്. കർത്താവിൻ്റെ നാമനിമിത്തം മരിക്കേണ്ടി വന്നാലും, രക്തസാക്ഷിയാകേണ്ടി വന്നാലും സുവിശേഷത്തെ ഞാൻ കോംപ്രമൈസിന് വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. ദൈവവചനത്തിൻ്റെ ഉപദേശത്തിന് വേണ്ടി നിൽക്കും, സത്യത്തിന് വേണ്ടി നിൽക്കും. നോ കോംപ്രമൈസ്.
എത്ര പേർ ഈ വചനം കേട്ട എത്ര പേർ? ദൈവദാസനെ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ശാന്തമായിട്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു. 5കളുടെ ഒരു വലിയ കൂട്ടം, വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്നതിന് ഹെഡിങ് കൊടുക്കുക. വിജയകരമായ ക്രിസ്ത്യ ജീവിതം. എനിക്കത് വേണം, എനിക്കങ്ങനെ ജീവിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം, ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട്, ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനല്ല, ജയത്തിൻ്റെ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലായ്പ്പോഴും എല്ലാറ്റിലും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ അനുഗ്രഹിക്കണമേ. ഈ വചനം അവരുടെ ജീവിതത്തെ വലിയ അത്ഭുതങ്ങളാക്കി മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.